നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ റൂം വസ്ത്രയുടെ ഓർഡേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. വസ്ത്രം ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ഓർഡേഴ്സ് വരുന്നത്. ആക്ച്വലി കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ സാറ്റർഡേ കൊണ്ടുവന്ന് നമ്മൾ കുറച്ച് ഓർഡേഴ്സ് ഇതുപോലൊരു ബൾക്ക് ഓർഡർ 19 വരുമായിരുന്നു അല്ലേ, കൊണ്ട് കൊടുത്തത് കൊണ്ടാണ് ഇത്രയെല്ലാം ഒതുങ്ങിയത് കേട്ടോ. ഇതിപ്പോ ഒരു ദിവസം കൊണ്ട് നമ്മുടെ വെബ്സൈറ്റ് വഴി കുറേയേറെ ഓർഡേഴ്സ് കിട്ടി. പിന്നെ കുറച്ചൊക്കെ വാട്സപ്പ് വഴിയും ഓർഡർ ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാത്തവർ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാനൊരു പ്രിന്റർ വാങ്ങാന്ന് കരുതിട്ടോ, അല്ലാതെ എഴുതി ഉള്ള കാര്യങ്ങൾ നടക്കത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രിന്റർ വാങ്ങാൻ കരുതി. ഇത് ഇനി എല്ലാം കവറിലാക്കി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കണം. പിന്നെ ചിലർ DTDC പറഞ്ഞിട്ടുണ്ട്, DTDC കൊടുക്കാനുള്ളത് അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്ത്, അപ്പൊ അവർക്ക് ടൈം കിട്ടുമ്പോൾ ഇത്രയും ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തു തരാൻ പറ്റില്ല. ടൈം കിട്ടുമ്പോൾ ചെയ്ത് നമുക്ക് ട്രാക്കിംഗ് ID ഒക്കെ അയച്ചു തരും കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. എനിക്ക് സന്തോഷം. നമുക്ക് ഇനി അടുത്ത സ്റ്റോക്ക് എടുക്കാൻ പോലുള്ള ടൈമായി. അതിന്റെയൊക്കെ സന്തോഷം ഭയങ്കര ഉണ്ട് കേട്ടോ. 2 ദിവസമായാലും നമ്മൾ പോയിട്ട് വന്ന് 2 ദിവസം കൊണ്ട് ഇത്രയും ഓർഡേഴ്സ് കിട്ടാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കിത് കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിലൊക്കെ കൊടുത്തിട്ട് വരാം. നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് എടുത്തിട്ട് വന്നപ്പം ഏട്ടനോട് ചോദിച്ചു, ഇനിയിപ്പോൾ ഈ ഓർഡറൊക്കെ വന്നിട്ട് വെബ്സൈറ്റൊക്കെ തുടങ്ങി ഓർഡറെല്ലാം വന്നിട്ട് ലോറി വിളിച്ച് കൊണ്ടുപോകേണ്ടി വരുമല്ലോ എന്ന് എന്നെ കളിയാക്കി കേട്ടോ. സത്യമായിട്ടും കളിയാക്കിയതാണേ. ആ കളിയാക്കലിൻ്റെ മറുപടിയാണ് ഇത് കണ്ടോ. ശരിക്കും ഒരു ചെറിയ ഗുഡ്സ് ഓട്ടോ വിളിച്ചിട്ട് പോകാനുള്ള സാധനങ്ങളുണ്ട്. ഇത് കാറെടുത്ത് വെളിയിലിട്ടേക്കാണ്, കാറിലാണ് കൊണ്ടുപോകുന്നത്. സാധാരണ നമ്മൾ സ്കൂട്ടറിൽ 2 പ്രാവശ്യമൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ 2 പ്രാവശ്യം കൊണ്ടുപോയാലും അതിനെക്കാട്ടി ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് വസ്ത്രയിൽ ഇത്രയും ഓർഡേഴ്സ് വരുന്നത്. ഓക്കെ, ഓർഡറെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനൊന്ന് നെട്ടയത്ത് വന്നു. സത്യമായിട്ട് എനിക്ക് ഒട്ടും വയ്യ കേട്ടോ. നടുവേദനയും മൊത്തത്തിലൊരു ക്ഷീണവും ഉറക്കത്തിൻ്റെ ഒരു ഇതും. അപ്പോൾ ഇന്നും കൂടി ഞാൻ റെസ്റ്റ് എടുത്തിട്ട് നാളെ മുതൽ കിച്ചണിൻ്റെ കയറാമെന്ന് കരുതി. പിന്നെ എനിക്ക് 1-2 വീഡിയോ ഇവിടെ നെട്ടയത്ത് എടുക്കാനുണ്ടായിരുന്നു. നെട്ടയത്ത് സോളാർ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ അതൊന്ന് വീഡിയോ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. പക്ഷെ അവരിന്ന് വന്നില്ല. എന്നാലും നമുക്കൊരു കുഞ്ഞ് സ്കിൻ കെയർ കാണാവേ. എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക. അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക. ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയെന്ന് വയ്ക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ. പക്ഷേ ഇവിടെ ക്യൂർസ് ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തു തരുന്നത് കേട്ടോ. കാശൊന്നും വാങ്ങില്ല. ഈ ക്യൂർ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ. സോ ക്യൂർ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി. പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതായത് ഡയറ്റ് പ്ലാൻ, എത്ര വെള്ളം നമ്മളൊരു ദിവസം കൺസ്യൂം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്ട്സ് വാങ്ങിയെന്നിരിക്കട്ടെ, അതൊരു 3 മാസം വരെയൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് അതൊരു വർത്ത് പർച്ചേസിങ്ങും ആണേ. എന്തായാലും ഞാൻ ക്യൂർ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ. അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100 ഓഫായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ നെട്ടയത്തിരിക്കുകയാണ്. കുഞ്ഞു നോക്കി എഴുന്നേറ്റ് പോകുന്നു നോക്കി. അവൾക്ക് കമരാനൊന്നും വയ്യ, ഇപ്പോഴേ എഴുന്നേറ്റ് നടക്കണം കേട്ടോ. അങ്ങനെ നിൽക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് വാക്സിൻ എന്തോ ഉള്ള ദിവസമാണ്. അപ്പോൾ വാക്സിൻ എടുക്കാൻ പോകണോ വേണ്ടേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അവളുടെ ആരെങ്കിലും പൊട്ടിപ്പോയേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് ഇതിലാണ് ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ മാറ്റി വാങ്ങും, അല്ലെങ്കിൽ ഒട്ടിച്ചിട്ട് ഒരു 6 മാസം കൂടിയൊക്കെ തള്ളി നീക്കാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. 6 മാസം ആകുമ്പോൾ കാതൊക്കെ കുത്തി സുന്ദരി കുട്ടിയാവുമ്പോഴേക്കും അമ്മ മീനെല്ലാം മുറിക്കുന്ന ധൃതിയിലാണ്. എന്തോ ഒരു മീനിൻ്റെ പേര്, പ്ലാച്ചി എന്ന് മീനിൻ്റെ പേര്. പ്ലാച്ചി എന്നല്ലേ പറഞ്ഞത്? STM അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. നമ്മളിവിടെ ആദ്യമായിട്ട് വാങ്ങുകയും ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാനുമായിട്ടൊക്കെ നിന്ന് കുറച്ച് സമയം കളിയൊക്കെ കഴിഞ്ഞ് സോളാറുകാർ ഉച്ച വരെ വന്നില്ല. ഉച്ചയ്ക്ക് ശേഷം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ വേണേൽ താഴെ കൊടുത്തേക്കാം, വീട്ടിൽ സോളാർ വയ്ക്കുന്നവരുടെ. എന്നിട്ട് നെട്ടയത്തു നിന്ന് വന്നിട്ട് വേദന ഞാൻ ട്യൂഷന് വിട്ടിട്ട് നമ്മുടെ പ്രിൻ്റർ വാങ്ങാനായിട്ട് വന്നു. ക്യാനോൻ്റെ പ്രിൻ്റർ വാങ്ങാമെന്നാണ് കരുതിയത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ കളർ പ്രിൻ്ററാണ് വാങ്ങുന്നത്. വാങ്ങുമ്പോൾ എന്തായാലും യൂസ് ഉള്ളത് വാങ്ങണം. വേദയ്ക്ക് ഒരുപാട് പ്രിൻറ്റും കാര്യമൊക്കെ എടുക്കുന്നുണ്ട്, കളർ പ്രിൻ്റൊക്കെ നിറയെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ വാങ്ങുമ്പോൾ അത് തന്നെ വാങ്ങാമെന്ന് കരുതി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് നോക്കിയപ്പോഴും ചേച്ചി പറയുകയാണ്, ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ച് ചേച്ചിയുടെ വീഡിയോ ഒക്കെ എടുത്ത് അന്ന് കട കാണിച്ചിട്ട് വേറെ എന്തൊക്കെയോ ബന്ധമില്ലാത്തത് പറഞ്ഞല്ലോ എന്ന് പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് വാങ്ങിച്ചില്ലല്ലോ, ഇന്നിപ്പോൾ വാങ്ങിക്കുകയില്ലേ, അതുകൊണ്ട്
കറക്റ്റ് പറയാം. ഇത് നമ്മുടെ SS കോവിൽ റോഡിൽ നമ്മുടെ മഹാ ചിപ്സിൻ്റെയും KSFEയുടെ ഒക്കെ ഓപ്പോസിറ്റുള്ള കാനോൻ്റെ ഷോപ്പിൽ നിന്നാണ് ഞാൻ പ്രിൻ്റർ വാങ്ങിയത് കേട്ടോ. ഓൺലൈനൊക്കെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ ഓൺലൈൻ വാങ്ങിയാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല, ABCD അറിയത്തില്ല. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് പറ്റിക്കപ്പെട്ടാൽ, അതായത് ചിലപ്പോൾ വയർലെസ്സോ പിന്നെ അതിലെന്തൊക്കെയോ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. പല ഫീച്ചേഴ്സും കുറവായിരിക്കും ഓൺലൈനിൽ വിലക്കുറവിൽ കാണുന്നത്. അതുകൊണ്ട് വന്ന് നോക്കി വാങ്ങുമ്പോൾ നമുക്ക് കറക്റ്റാണ് വാങ്ങാൻ പറ്റുമല്ലോ. അങ്ങനെ വന്ന് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്തോ തിരക്കുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നാളെ രാവിലെ പോയി വാങ്ങാമെന്ന് മലയാളത്തിൽ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ വഴക്കുണ്ടാക്കി. എനിക്ക് ഈ നിമിഷം സെക്കൻഡിൽ എന്തെങ്കിലും വിചാരിച്ചാൽ സെക്കൻഡിൽ വാങ്ങണമല്ലോ. അങ്ങനെ ഞാൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് വന്നപ്പോൾ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കില്ല. പിന്നെ ഞാൻ വിളിച്ച ഏട്ടൻ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ഫ്രീ ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരൂ, ഈ സാധനം കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. പിന്നെ ഏട്ടൻ കാറും കൊണ്ടുവന്നിട്ട് ആ സാധനം കൊണ്ടുപോയി കേട്ടോ. സ്കൂട്ടറിൽ ഇരിക്കും. പിന്നെ ഞാൻ ചാലയിൽ പോയിട്ടുണ്ടായിരുന്നു. ചാലയിൽ പോയി കാനോൺ പ്രിൻ്ററൊക്കെ വാങ്ങിയില്ലേ, അതിനോടൊപ്പം പ്രിൻ്റ് എടുക്കാൻ പേപ്പർ വേണ്ടേ, പേപ്പർ വാങ്ങാൻ പോയി. പിന്നെ നമ്മുടെ കൊറിയർ പാക്കിംഗ് കവർ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 3-4 ബണ്ടിൽ വാങ്ങിയതാണ്, കഴിഞ്ഞു. അപ്പോൾ ഇനി വീണ്ടും ചെന്ന് വാങ്ങി. അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോൾ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഏട്ടനെ വിളിച്ചതങ്ങ് കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കലാകാരി ഡാൻസർ വേദയ്ക്ക് മറ്റന്നാൾ എന്തോ സ്കൂളിൽ കാർമൽ ഡേ എന്ന് പറഞ്ഞിട്ട് പാൻസോ ഷോളോ എന്തൊക്കെയോ വാങ്ങണമെന്നും പറഞ്ഞിട്ട് രാമചന്ദ്രയിൽ വന്നു കേട്ടോ. വേറെ ഒന്നും വാങ്ങണ്ട, പാൻസ് ഷോൾ വാങ്ങിയാൽ മതി. പക്ഷേ ഒരു സമാധാനം തന്നെയില്ല. നാളെ എങ്ങനെ വാങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് ഇപ്പം തന്നെ വാങ്ങണം. പിന്നെ ഞാനും കരുതി എപ്പോഴായാലും വാങ്ങണമല്ലോ എന്ന് എഴുതി. ഈ തിരുമല രാമചന്ദ്രയിലൊന്നും അധികം ഇല്ല കേട്ടോ. പക്ഷേ ഭാഗ്യത്തിന് നമ്മൾ ഉദ്ദേശിച്ച പലാസോ അല്ല പട്ടിയാല പാൻസും ഷോളും വൈറ്റ് കളർ ഷോളും ആയിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് അതുണ്ടായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇനി അതിന് വേണ്ടി അല്ലെങ്കിൽ നടക്കണമായിരുന്നു. അങ്ങനെ ഒക്കെ സാധനമെല്ലാം വാങ്ങി ഭയങ്കര 4 കാലം നിൽക്കുക കേട്ടോ. മറ്റന്നാൾ പ്രോഗ്രാം എന്നും പറഞ്ഞുകൊണ്ട് അവർക്കതൊരു സന്തോഷമുള്ള കാര്യമില്ല എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ. ഞാൻ വേദ ഇവിടെ ഡാൻസിനും ചേരണമെന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ വയ്ക്കും കേട്ടോ. അവൾ ചെന്ന് ചേർന്നിട്ടൊക്കെ വരും. പിന്നെ ടൂറ് പോകുമ്പോഴും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നിമിഷം പോലും, ഒരു ചാൻസ് പോലും ഞാൻ ഇല്ലാതാക്കില്ല. അവർ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ഞാൻ വിട്ടു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ പറയും ഇനി വിടത്തില്ല, പോകത്തില്ല, ഡാൻസിന് ചേരില്ലേ എന്നൊക്കെ പറഞ്ഞാലും അവളത് ചേർന്നിട്ട് വരും. പിന്നെ അതിനൊന്നും ഞാനൊന്നും പറയില്ല കേട്ടോ. തനിയെ തന്നെ സാധനം എടുക്കുന്നു, തനിയെ തന്നെ ബില്ല് കൊടുക്കുന്നു, തനിയെ തന്നെ ഗൂഗിൾ പേ ചെയ്യുന്നു. ആരുടെ ഒരു ആവശ്യമില്ല. അവൾക്ക് ഭയങ്കര ആവശ്യത്തിൽ നിൽക്കുക കേട്ടോ. പാൻസ് എന്ന് പറഞ്ഞാൽ XXL സൈസ് കേട്ടോ. എനിക്കും എൻ്റെ അമ്മയ്ക്കും കൂടെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള പാൻസ്. പിന്നെ കിട്ടിയത് വാങ്ങി. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയാലും എല്ലാവരും പറയുന്നത് എനിക്കെല്ലാം ചുമ്മാ കിട്ടുന്നതാണ്. ചുമ്മാ കിട്ടുന്നുണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസേ ഭൂമിയുടെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഭൂമി റെസ്റ്റോറൻറ്റിൻ്റെ. എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഫുഡ് കൊള്ളാമെന്ന് പറഞ്ഞത്. ഇത്ര കമൻസ് അവൾ പൈസ വാങ്ങിച്ചിട്ട് പറയുകയാണെന്ന്. അപ്പോഴേ നമ്മുടെ പ്രിൻ്റർ ഞാൻ വേണ്ട വേണ്ട വേണ്ട, വെറുതെ അനാവശ്യമായിട്ട് 15,000 രൂപ കളയണ്ട എന്ന് കരുതി. അതുപോലെ തന്നെയായിരുന്നു വെബ്സൈറ്റിൻ്റെ കാര്യം കേട്ടോ. വേണ്ട 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 എന്ന് കരുതിയെങ്കിലും ഫൈനലി നമ്മൾ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നല്ലൊരു കാര്യമാണ്. എങ്കിലും വെബ്സൈറ്റ് വഴി ഓർഡർ വരുന്നെങ്കിലും കുറേ പേരൊക്കെ വാട്സപ്പ് വഴി കേട്ടോ നമുക്ക് മെസ്സേജ് ചെയ്യുന്നത്. കാരണം യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാത്തവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ പ്രിൻ്റർ ഞാൻ ഇവിടെ വയ്ക്കാമെന്നാണ് കരുതുന്നത്. കൊള്ളുമോ എന്ന് നോക്കാം. ഞാന് അകത്ത് നമുക്ക് സ്ഥലമില്ല, വസ്ത്രയുടെ റൂമിൽ സ്ഥലമില്ല. അതുകൊണ്ട് നിന്റെ റൂമില് കുറെ പ്രിന്റ് എടുത്ത് നാളെ സ്കൂളിൽ പോയിരുന്നേണെന്ന് വേദ. അപ്പൊ ഇത് ഇൻസ്റ്റലേഷൻ ആള് വരും, വന്നിട്ട് വേണം നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ. ഇതെങ്ങനെ ടിവിയുടെ താഴെ ഇങ്ങനെ കണ്ടല്ലേ ഇത് വെക്കുന്നത്. ഫോട്ടോസ്റ്റാറ്റ് എടുക്കായിരിക്കും. ഇതുവഴിയില്ലേ പ്രിന്റർ പറഞ്ഞത്. വെച്ച് നോക്കട്ടെ അവിടെ ഇരിക്കുമെന്നുള്ളത്. വെയിറ്റ്ലെസ് ആണ് കേട്ടാ. ഇരിക്കൂടാ, കണ്ട ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ വെക്കാം. വൃത്തികേടെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ വെക്കാൻ സ്ഥലം വേണ്ടേ. ഇവിടെ വയ്ക്കാം. ഈ സാധനം മാറ്റിയിട്ട് നമുക്ക് അങ്ങോട്ട് വയ്ക്കാം. അപ്പോഴേ ഇത് വച്ചിട്ട് അവിടെ അഡ്ജസ്റ്റ്മെന്റിൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ക്ലോസ്. അയ്യോ, അവിടെ സ്റ്റിക്കർ ഒട്ടിപ്പോയി. ഇങ്ങനെ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ നീക്കിയിട്ടെ നമുക്ക് ചെയ്യാം കേട്ടോ. ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് നീ തന്നെ അത് പോകുന്നു അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ വെബ്സൈറ്റ് അതിഗംഭീരമായിട്ട് പോകുന്നു. ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് നീ ഇവിടെ ഇറങ്ങി ഇങ്ങോട്ട് വാ. ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വെബ്സൈറ്റ് ത്രൂ കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു.
വെബ്സൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ ഇനി നമുക്ക് ഓർഡേഴ്സ് വാട്സപ്പ് വഴി മാത്രമേ വരുള്ളൂ, എൻ്റെ വെബ്സൈറ്റിൻ്റെ കാശ് പോയോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അല്ല, നമ്മുടെ പകുതി തലവേദന വെബ്സൈറ്റ് വഴി കുറഞ്ഞിരിക്കും. പിന്നെ ചിലരൊക്കെ വാട്സപ്പ് വഴിയാണ് വരുന്നത്. ഒരുപാട് പേര് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. നമുക്ക് അവർ കാർട്ട് ചെയ്ത് ഫൈനൽ പേയ്മെൻറ്റിന് മുന്നേ ബാക്ക് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളൊരു ഓപ്ഷൻ, ഞങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, പേയ്മെൻറ്റ് ഓപ്ഷനാണുള്ളത്. അപ്പം പേയ്മെൻറ്റ് ചെയ്താൽ ഫേക്ക് ആണോ, അത് പൈസ പോവുമോ എന്നൊക്കെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് വരെ നമുക്ക് ഓർഡർ കൺഫേംഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരും, പക്ഷെ പേയ്മെൻറ്റ് റിസീവ്ഡ് വരത്തില്ല. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഇതിൽ നോക്കുമ്പോൾ ഒരു 10-100 പേരെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാതെ ബാക്ക് പോയിട്ടുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തത് കൊണ്ടാവാം. ആർക്കും ഒരു ടെൻഷനും വേണ്ട, നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വരും. പേയ്മെൻറ്റ് വന്നാൽ നിങ്ങളുടെ ഓർഡർ കൺഫേം ആണ്. അല്ലാതെ കണ്ടല്ലോ വെബ്സൈറ്റ് വഴി എത്ര ഓർഡേഴ്സാണ് നമുക്ക് വന്നു എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. വിശ്വാസത്തോടെ നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ വാട്സപ്പ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലതാണ് വെബ്സൈറ്റ് വഴി ചെയ്യുന്നത്. കാരണം വാട്സപ്പിൽ ഇപ്പം ഞാൻ ഒരുപാട് കേട്ടായിരുന്നു. ഇപ്പോൾ ഈ കമൻസിൻ്റെയൊക്കെ താഴെ, വീഡിയോസിൻ്റെയൊക്കെ താഴെ കമൻസ് ആയിട്ട് വാട്സപ്പ് എന്ന് പറഞ്ഞ് വേറെ ഒരു നമ്പറൊക്കെ ആയിരിക്കും വ്യത്യാസം. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യും, അങ്ങനെ കാശൊക്കെ പോവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാട്സപ്പിൽ വരിക. വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ അറിയാം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം വെബ്സൈറ്റ് വഴി ട്രാൻസാക്ഷൻ അല്ല ഓർഡേഴ്സ് ചെയ്യുക. കാരണം നമുക്കും അത് കുറച്ചുകൂടെ ഫോളോ അപ്പ് ചെയ്യാൻ ഈസി ആട്ടോ. കുറച്ചുകൂടെ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് വെബ്സൈറ്റ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നാളെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആൾ വരും. വേദ ഭയങ്കര ഇത് ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തരാം, ഇങ്ക് അവിടെ ഒഴിക്കണം, ഇതിങ്ങനെ ചെയ്യണം, പ്രിൻ്റ് എടുക്കണം, നാളെ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.